ഹലോ, മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ അടിപൊളി ഓട്സ് റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഓട്സ് ഉണ്ടാക്കാം. അതിന് മുമ്പ് ഞാൻ എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഞാൻ 25 kg കൂടിയിരുന്നു. അങ്ങനെ ശരിക്കും പാടില്ല. അപ്പോൾ ഇത്തവണ ഞാൻ എൻ്റെ വെയിറ്റ് ഗെയിൻ നല്ലപോലെ കൺട്രോൾ ചെയ്തിരുന്നു കേട്ടോ. അതായത് പട്ടിണി കിടക്കലല്ല, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കും, പക്ഷെ കൺട്രോൾഡ് ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഒരു സംഭവമാണ് ഇത്. ഒരു ഓട്സ് വിത്ത് ലോട്ട്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, എവറിത്തിങ് ഇൻക്ലൂഡഡ്. അപ്പോൾ നമുക്കിന്നത് ഉണ്ടാക്കാം. വേറെ കാര്യം, ഇത് പ്രഗ്നൻ്റ് ആയവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവർക്കും ട്രൈ ചെയ്യാം. നല്ല യമ്മിയാണ്, കാരണം ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ആദ്യം ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് കാണിച്ചു തരാമേ. സൂം ചെയ്യോ. ഞാൻ കുറേ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഡ്രൈഡ് ഗ്രേപ്സ്, കാഷ്യൂ നട്ട്, പിസ്റ്റാഷ്യോ ഫ്ലേക്സ്, പിന്നെ ഡേറ്റ്സ് ഉണ്ട്, ആൽമണ്ട്സ് ഉണ്ട്, പിന്നെ ഇത് സാഫ്രോൺ, പോമഗ്രനൈറ്റ്, ആപ്പിൾ, പിയേഴ്സ്, സ്ട്രോബെറി, ബനാന. ഇത് റോബസ്റ്റയാണ്, അതായത് ഇവിടുത്തെ ചിക്കൂട്ട. നാട്ടിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാലിപ്പൂവൻ പഴം, പാളയംകുടൻ, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, നോ ഇഷ്യൂസ്. ഇത്രയും ഫ്രൂട്ട്സ് ഇടണം എന്നില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് മതി, അല്ലാണ്ട് ഇത്രയും റിച്ച് ആക്കേണ്ട ആവശ്യമില്ല. ഞാനിന്നിപ്പോൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പോണത്, എനിക്ക് ആപ്പിൾ ഇഷ്ടമാണ്, സ്ട്രോബെറി, ബനാന, ഇത്ര എടുക്കുന്നുള്ളൂ. പോമഗ്രനൈറ്റൊക്കെ ഇടാം, പക്ഷേ എനിക്കിപ്പോൾ ഒത്തിരി ടോപ്പിങ്സിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഇത്ര ഇത് മതി. ഇനി എന്താ വേണ്ടത്, നമുക്ക് പാല് വേണം. ഞാൻ ഫുൾ ഫാറ്റ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റൗ ഓൺ ചെയ്തു, ആവശ്യത്തിന് പാലൊഴിച്ചു. ഓട്സ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പ്ലെയിൻ ഓട്സാണ് എടുക്കുന്നത്. ഓട്സ് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഓട്സ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് നല്ലപോലെ സ്റ്റിർ ചെയ്ത് കൊടുക്കുക, അടി പിടിക്കാതിരിക്കാൻ. ഇതിൽ ഷുഗർ യൂസ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം നമ്മൾ എടുക്കുന്ന ഫ്രൂട്ട്സിൽ അത്യാവശ്യം മധുരമുണ്ട്. പിന്നെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് നാച്ചുറൽ ഹണിയാണ്. ഇനി ഹണി യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, തീരെ ചൂടുള്ള ഒന്നിലേക്കും ഹണി ഡയറക്റ്റ് പോർ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഓട്സ് ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് കൂളാവട്ടെ. ആക്ച്വലി ഭയങ്കര ഈസി റെസിപ്പിയാണ് കേട്ടോ, കഴിക്കാൻ നല്ല യമ്മിയുമാണ്. നമുക്ക് ഓട്സ് റെഡിയാക്കാം. അപ്പം നമ്മുടെ ഓട്സ് ബോയിലായിട്ടുണ്ട്. ഒന്ന് സൂം ഇൻ ചെയ്യുമോ? ഞാൻ പതുക്കെ ഓഫ് ചെയ്യാണ് കേട്ടോ. ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് കൂളാവട്ടെ. നല്ല ചൂടൊക്കെ ആറിയിട്ട് വേണം നമുക്ക് ഈ ഫ്രൂട്ട്സൊക്കെ ഇതിലിടാൻ. കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഈ ഫ്രൂട്ട്സ് മിക്സ് എല്ലാം ചൂടോടെ ഇതിലേക്കിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് കൂളായിട്ട് ഇടുമ്പോൾ ശരിക്കും ആ ടേസ്റ്റിൻ്റെ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഇത് സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എടുക്കുന്ന ഒരു ഹാഫ് പീസ് ഓഫ് ആപ്പിളാണ്, കാരണം നമ്മൾ ഓട്സ് ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നില്ല. എനിക്ക് ചെറിയൊരു പോർഷൻ മതി, അപ്പോൾ കുറച്ച് ആപ്പിൾ മതി. ഇനി കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ആപ്പിൾ ഇടാം, പോമഗ്രനൈറ്റ് ഇടാം, പിയേഴ്സ് ഇടാം. എല്ലാം ഇട്ടാലും ടേസ്റ്റാണ് കേട്ടോ. ബ്ലൂബെറീസ് ഒക്കെ ഇടാം. ഇന്നിവിടെ ഇപ്പോൾ ഇത്ര ഫ്രൂട്ട്സ് ഉള്ളൂ, അതിൽ നിന്ന് എനിക്കിപ്പോൾ കഴിക്കാൻ മൂഡ് തോന്നുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം മിക്സ് ചെയ്യാം, കുഞ്ഞായി സ്ലൈസ് ചെയ്യുക. സ്ട്രോബെറി, കൊടുക്കാൻ വരുന്നുണ്ടല്ലോ നമ്മുടെ പഴം പോയി ഗൈസ്. ഇതിലെനിക്ക് സംസാരിക്കണം. ആ, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നീ നല്ല സൗമ്യമായ ഭാഷയിൽ പറയും ചേട്ടാ. ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, ഡേറ്റ്സ്. യൂഷ്വലി പ്രഗ്നൻസി ടൈമിൽ അധികം ഡേറ്റ്സ് കഴിച്ചുകൂടാന്ന് പറയും. ഇവിടെ കാണിക്കുക, ഓട്സിലും ഓംലെറ്റാ. അതിപ്പോഴത്തെ ഇവിടെ വെക്കേണ്ട ആവശ്യം?
വീഡിയോ ഭയങ്കര ലോക്കലായി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞാൻ നേരത്തെ എന്താ പറഞ്ഞേ? ഡേറ്റ്സ് അധികം കഴിച്ചുകൂടാന്ന് പറയും. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്ക് എത്ര കഴിച്ചാലും മതി വരാത്തൊരു സംഭവമാണ് ഡേറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് ഒരു പോവാ ഞാനിവിടെ പറഞ്ഞു നിർത്തിയ ഓക്കെ. ഫസ്റ്റ് ഒരു 5 months ഞാൻ ഡേറ്റ്സ് കഴിച്ചില്ല. എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് ഇപ്പം ഞാനൊരു 3-4 വെച്ച് കഴിക്കും. അത് ഓക്കെയാന്ന് ഡോക്ടറും പറഞ്ഞു. ഓക്കെ, സോ ഇനി നമുക്ക് വേണ്ടത് എന്താ? ബനാനയും ഞാനൊരു ഹാഫ് പോർഷൻ എടുക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് ആക്ച്വലി അത്ര മതി. പിന്നെ വല്ലാതെ കൂടിയാലും ടേസ്റ്റ് അറിയത്തില്ല. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ നമ്മുടെ ഓട്സിൽ നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. ഫുൾ ഹെൽത്തി ആണ്. നോക്കിക്കോ, എ ഗുഡ് ക്വാണ്ടിറ്റി ഓഫ് ഫ്രൂട്ട്സ്, നട്ട്സ് ഉണ്ട്, ഡ്രൈഡ് ഗ്രേപ്സ് ഉണ്ട്. എന്ത് ഡ്രൈഡ് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. സാഫ്രോൺ ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കാരണം വെയിറ്റ് കൺട്രോളിന് മാത്രമല്ല, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവർക്കും ഇത് ബെസ്റ്റാണ്. ഡിന്നർ ഇങ്ങനെ എന്തെങ്കിലും ആക്കുമ്പോൾ. കാരണം യൂഷ്വലി ഇവിടെ എല്ലാവരും ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ചോറൊക്കെ അടിച്ച് കയറ്റും ഡിന്നർ ടൈം ആകുമ്പോഴേ. പക്ഷെ ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഇതിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ളത്. ആൻഡ് ട്രസ്റ്റ് മീ, ഇറ്റ്സ് ടു ഗുഡ്. എസ്പെഷ്യലി നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ വരും കേട്ടോ. കാരണം നല്ല ഹെൽത്തി സംഭവമല്ലേ കഴിക്കുന്നത്. പിന്നെ വയറിനും ആക്ച്വലി ഇത് കഴിച്ചു കഴിയുമ്പോൾ നല്ല സുഖമാണ്. ഈവൻ കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാനിത് സജസ്റ്റ് ചെയ്യാൻ കാരണം, ഇപ്പോൾ ഞാൻ എൻ്റെ ഫുൾ പ്രഗ്നൻസിയിൽ ഒരു 10 kg കൂടിയിട്ടുള്ളൂ. ഇനി ഹാർഡ്ലി 2 more months. അപ്പോൾ മാക്സിമം ഒരു 4 to 5 kg കൂടും. ദാറ്റ് മേക്സ് എ ടോട്ടൽ ഓഫ് 15. കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഞാൻ 25 kg കൂടി. കുറേ കഷ്ടപ്പെട്ടതാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞാൻ ശരിക്കും ഒന്ന് കൺട്രോൾഡ് ഇൻ ദ സെൻസ് ഞാൻ വേണ്ടതെല്ലാം കഴിക്കുന്നുണ്ട്. പക്ഷേ ആവശ്യത്തിന് മാത്രം. എനിക്കും ബേബിക്കും ആവശ്യത്തിന് മാത്രം. ഞാൻ എൻ്റെ ഫുഡ് ചാർട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ വേണ്ടവർ അതൊന്ന് കയറി നോക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. കുറേ സംസാരിച്ചു. അങ്ങനെ നമ്മുടെ ഓട്സ് ഒരു ബൗളിലേക്ക് ആക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഓട്സ് ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യാം 1 by 1. ആൽമണ്ട്സ്, പിസ്താഷ്യോ, ഡേറ്റ്സ്, കാഷ്യൂ, ആപ്പിൾ, സ്ട്രോബെറി, ഡ്രൈഡ് ഗ്രേപ്പ് കഴിഞ്ഞു. ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര റിച്ച് ഫുഡ് പോലെയില്ലേ? പക്ഷെ ഫ്രൂട്ട് സലാഡിൻ്റെ ലുക്കൊക്കെ ഇല്ല. വെയിറ്റ്. ഇനി ഇതിലേക്ക് പിഞ്ച് ഓഫ് സാഫ്രോൺ. ഇനി നമ്മുടെ മെയിൻ സംഭവം ഹണി. ഇത് നാച്ചുറൽ ഹണിയാണ് കേട്ടോ. നാട്ടിൽ നമ്മൾ കൊടുത്തു വിടുന്നതാണ്. വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം, നോ പ്രോബ്ലം. എനിക്ക് പക്ഷേ ഈ ഹണിയുടെ ടേസ്റ്റ് ഇഷ്ടം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ഓട്സ് റെഡി. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്കിത് ആക്ച്വലി ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഞാൻ എപ്പോഴും കഴിക്കുന്നതാണ്. ഇവിടെ ഞാൻ മാത്രമല്ല, എൻ്റെ ബ്രദർ ഇത് കഴിക്കും, എൻ്റെ ഹസ്ബൻഡ് ഇത് കഴിക്കും. ഇടയ്ക്ക് ഗസ്റ്റ്സ് വരുമ്പോൾ അവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവും. അപ്പോൾ അവർ കഴിക്കും. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയാം, എല്ലാവരും ഇത് പ്ലീസ് ട്രൈ. അത്രയ്ക്ക് സൂപ്പർ യമ്മിയാണ്. ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാം, നമ്മുടെ ഓട്സ് കൂളായതിന് ശേഷം മാത്രം ഫ്രൂട്ട്സ് ഇടാം കേട്ടോ. ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്. കാരണം അപ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ ആപ്പിൾ ച്യൂ ചെയ്യാൻ പറ്റും, സ്ട്രോബെറി അതൊക്കെ ച്യൂ ചെയ്യാൻ പറ്റും. ബനാനയുടെ ടേസ്റ്റ് എടുത്തറിയും. ഡേറ്റ്സിൻ്റെയും പിസ്റ്റാഷ്യോസിൻ്റെയും ഒക്കെ ടേസ്റ്റ് വേറെ തന്നെ വായലറിയാം. അത്രയ്ക്ക് യമ്മിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.